ഞാൻ ഇറങ്ങുക. അതെ, ഇന്നലെ ശമ്പളം കിട്ടിയില്ലേ? കിട്ടിയല്ലോ. ലോൺ വാങ്ങിയതിലേക്ക് ബാങ്കിൽ പൈസ അടച്ചോ? അത് ഇന്നലെ തന്നെ അടച്ചല്ലോ. മോനെ ഒരു 500 രൂപ വേണമെന്ന് പറഞ്ഞിരുന്നു. എന്തോ ബുക്സ് വാങ്ങാനാണെന്നാ പറഞ്ഞേ. അവസാനത്തെ കൊല്ലമല്ലേ, നന്നായി പഠിക്കട്ടെ. അപ്പച്ചാ, ചേട്ടൻ ചോദിക്കുമ്പോ പൈസ ഇട്ട് കൊടുക്കും. അവസാനം എനിക്ക് നഴ്സിംഗിന് സീറ്റ് കിട്ടി കഴിയുമ്പോ കൈ മലർത്തല്ലേ. സീറ്റ് കിട്ടുമ്പോഴല്ലേ അത് അപ്പം നോക്കാം. എനിക്ക് ഉറപ്പായിട്ട് സീറ്റ് കിട്ടും. എനിക്ക് +2-ന് 92% മാർക്കുണ്ട്. ഓ, ഈ പെണ്ണിന്റെ ഒരു കിന്നാരം. അതൊക്കെ ആവശ്യം വരുമ്പോ എല്ലാം ശരിയാകും. നിന്റെ ചേട്ടന് ജോലി കിട്ടിയാൽ പിന്നെ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടില്ലേ. ശരിയാ, എന്റെ മോനാണ് ഈ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും. എപ്പോഴും മുറിയിലിരുന്ന് വായിക്കലും വരയ്ക്കലും. പഠിക്കുന്നത് എന്തോ വലിയൊരു സംഭവം പോലെയാ. ഓ, ഒരു എഞ്ചിനീയർ. എന്താണ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു ഗമ തന്നെയാ. പിന്നെ നേഴ്സ് എന്ന് പറഞ്ഞാലേ മാലാഖമാല. വേദനിക്കുന്നവർക്ക് താങ്ങും തണലും സാന്ത്വനവും നൽകുന്ന മാലാഖമാർ. ഒന്ന് പോടി. പണത്തിന് കുറവുണ്ടെങ്കിലും ഇത്രയും സന്തോഷമുള്ള ഒരു കുടുംബം എവിടെ കാണും? എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഓ, നിന്റെ പ്രാർത്ഥന മാത്രമല്ലേ ദൈവം കേൾക്കോ? ശരി ശരി, ഞാൻ ഇറങ്ങാം. ദൈവമേ, ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കും നന്ദി. ഞാൻ നോക്കിയിട്ടേ തരും. അമ്മേ, ആ ഫോൺ തരാൻ പറയേ. അത് കൊടുക്കുമോളെ. ഇവനെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാ. ചാറ്റോ? അതെന്താടാ? അത് അമ്മേ പോയി അവളുടെ ചാറ്റ്. അമ്മേ, എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. അവളോട് എന്റെ ബാഗ് എടുത്തോണ്ട് വരാൻ പറയൂ. ചെല്ലടി, ചേട്ടന്റെ ബാഗ് എടുത്തോണ്ട് വാ. ഓ, ഒരു ചാട്ടൻ കുറഞ്ഞ്. മോനെ, എന്താണ് അവള് പറഞ്ഞ ആ കാറ്റ്? അല്ല, ചാറ്റ്. അവള് വെറുതെ പറയുന്നതാ അമ്മേ. കൂടി പഠിക്കുന്നവരെ വാട്സാപ്പിലൂടെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കും, അതിന് മറുപടിയും കൊടുക്കും. അത് തന്നെ. അതാണോ ചാറ്റ്? ഓരോരോ പേരുകളെ. അപ്പച്ചൻ മോനെ 500 രൂപ തന്നിട്ടുണ്ട്. പിന്നെ അപ്പച്ചൻ എത്ര ബുദ്ധിമുട്ടിയിട്ടാ മോനെ പഠിപ്പിക്കുന്നത് എന്നറിയാലോ. നന്നായി പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാകണം കേട്ടോ. എല്ലാം എനിക്കറിയാം അമ്മേ. ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. ബാഗ് ഞാൻ പോയി വരട്ടെ. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. അമ്മേ, ഞാൻ ഇറങ്ങാം. എന്തിനാടി നീ ആരെ ശല്യം ചെയ്യുന്നത്? ചുമ്മാ ഒരു രസം മോളെ. അവനെ ദേഷ്യം പിടിപ്പിച്ചിട്ടാണോ നിന്റെ രസം? വാ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ആ, എന്നാ നടക്ക്. ആരെയും കാണുന്നില്ലല്ലോ. ആ, ഞാൻ നേരത്തെ ഗുഡ് മോർണിംഗ്. നീ ആരെയാണ് നോക്കി നിൽക്കുന്നത്? അവന്റെ ഒരു ലവ് ബേർഡ് ഉണ്ട്, അവളെ കാത്തു നിൽക്കായിരിക്കും. ഒന്ന് പോണ, കുറച്ച് കാശ് കിട്ടാൻ മാർഗം നോക്കിക്ക. നമ്മൾ പണച്ചാക്ക് വരേണ്ടതെന്ന് തോന്നുന്നു. അവന്റെ കയ്യില് പണത്തിന് ഒരു കുറവില്ല. അവന്റെ തന്ത എന്റെ തന്നെയായിരുന്നെങ്കിൽ അപ്പോ പിന്നെ അവനെ വേറെ തന്നെ അന്വേഷിക്കേണ്ടി വരുമല്ലോ. ഹായ്, നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇന്നെന്താ പരിപാടി? എന്ത് പരിപാടി? എടാ, ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് വരുന്നു. നമുക്ക് അവനെ ഒന്ന് റാഗ് ചെയ്താലോ? ഉപദ്രവിക്കരുത്, തമാശക്ക് എന്തെങ്കിലും ചെയ്യാം. എന്റെ പേരെന്താ? രഘു. രഘു. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. നിന്റെ വീടാടിയടാ? ചാലക്കുടി. എടാ, നമ്മുടെ ചാലക്കുടി, നമ്മുടെ മണിച്ചേട്ടന്റെ ചാലക്കുടി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള നിന്നാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള ചിന്നാരി പെണ്ണിനെ കണ്ടേ ഞാൻ. നീ ഏത് സെക്ഷനാണ്? ഓട്ടോമേ. ഓട്ടോ. ആരാരുമാവാത്ത കാലത്ത് ഞാൻ ഓടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാൻ ഓടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. നിർത്ത്. എടാ, നിന്നെ കണ്ടിട്ട് ജിമ്മനെ പോലുണ്ടല്ലോ. ആ ഷർട്ട് ഒന്ന് വെക്കി കാണത്തട. ഊരണ ഷർട്ട് ഇടിച്ചിങ്ങനെ പായിപ്പറന്നു.
ബാംഗ്ലൂർ. ബാംഗ്ലൂരോ? BSc നഴ്സിംഗിന് ബാംഗ്ലൂരൊക്കെ നല്ല ചെലവ് വരുന്നേ. എന്റെ കൂടെ +2 പഠിച്ച 2 ഫ്രണ്ട്സും ഉണ്ടെന്നേ. അവരുടെ കോഴ്സ് പൂർത്തിയാകുമ്പോഴേക്കും ലക്ഷങ്ങൾ വരില്ലേ മോളെ? അത് കേരളത്തിലായാലും വരും. തുടക്കത്തിൽ ഫീസും മറ്റു കാര്യങ്ങൾക്കുമായി ഒരു 3 ലക്ഷം രൂപയോളം വരും. പിന്നെ ഓരോ വർഷത്തിൽ ഫീസ് അടയ്ക്കുന്നതിന് വിദ്യാഭ്യാസ ലോൺ കിട്ടുമല്ലോ. എന്നാലും 3 ലക്ഷം രൂപ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പച്ചനോടൊന്ന് സംസാരിക്കട്ടെ. അപ്പച്ചൻ ഇതൊക്കെ അറിയാം. അപ്പച്ചനെയും ആഗ്രഹം ഞാൻ BSc നഴ്സിംഗ് പഠിക്കണമെന്ന്. ഓ, പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ചേട്ടൻ എവിടെയാ? അവൻ മുറിയിലുണ്ട്. ഞാൻ ചേട്ടനോടൊന്ന് പറയട്ടെ. ചേട്ടാ, ചേട്ടാ. മൂത്ത മകൻ എഞ്ചിനീയർ, രണ്ടാമത്തവൾ BSc നഴ്സ്. ഇതിൽ കൂടുതൽ സന്തോഷം എന്താ ഉള്ളത്? ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അവന്റെ പഠിപ്പ് തീരും. പിന്നെ മോന് ഒരു ജോലി കിട്ടിയാൽ ഈ കുടുംബം രക്ഷപ്പെട്ടു. ദൈവമേ, നന്ദി. अपना बारे में तुम क्या सोचा? जितना जल्दी पैसा नहीं देगा तो तुमको हम मार डालेगा। അയ്യ, അവൾ കഴിയുന്നതിനെ ഞാനിത് വേണം. എന്താ മോനെ, നിനക്ക് എന്താ ഒരു മാറ്റം? നിനക്ക് എന്താ പറ്റിയത്? എക്സാമിന് മാർക്ക് കുറഞ്ഞോ? അമ്മ ഒന്ന് പോകുന്നുണ്ടോ? മോനെ, എന്തായാലും ഈ അമ്മയോട് പറയേ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? 1 ലക്ഷം രൂപ ഇപ്പോൾ എനിക്ക് തരാൻ കഴിയോ നിങ്ങൾക്ക്? 1 ലക്ഷം രൂപയോ? എന്തിന്? എന്തിനു പറഞ്ഞാലേ തരൂ. നിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ ആധാരം പണയപ്പെടുത്തിയിരിക്കാം. അടുത്ത മാസം മോളെ നഴ്സിംഗിൽ ചേർത്താണെങ്കിൽ 2-3 ലക്ഷം രൂപ വേണം. അറിയോ നിനക്ക്? എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് പണം കിട്ടിയേ തീരൂ. ജോലി കിട്ടിയാൽ എല്ലാ കടവും ഞാൻ വീട്ടിക്കൊള്ളാം. പ്ലീസ്, എങ്ങനെയെങ്കിലും എനിക്ക് താ. അമ്മയുടെ ഈ മാനവിക്കെങ്കിലും എനിക്ക് പണം താ. ദൈവമേ, എന്റെ മോനെ ഇതെന്താ പറ്റിയത്? എന്റെ മുന്നിൽ നിന്ന് മോളാതെ പോ. പോ. നീ എന്താ പണിക്ക് കയറാതെ ഇവിടെ വന്ന് നിൽക്ക? നീ ആകെ അസ്വസ്ഥനാണല്ലോ. എന്താ പ്രശ്നം? ഒന്നുമില്ല. എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് നിന്റെ മുഖം കണ്ടാലറിയും. എന്ത് പ്രശ്നമായാലും എന്നോട് പറയേ, നമുക്ക് പരിഹരിക്കാം. നിനക്ക് പണത്തിന് വല്ല ആവശ്യമുണ്ടോ? പണം പണം ഈ പണം തന്നെയാണ് മനുഷ്യനെ മറിമാക്കുന്നത്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് എനിക്ക് എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. എന്റെ മകനെ കുറിച്ചുള്ള എന്റെ എല്ലാ പ്രതീക്ഷകളും അവൻ തകർത്തു കളഞ്ഞടാ. മകനെ എന്തു പറ്റി? ഓൺലൈൻ പണമിടപാടുകാരിൽ നിന്നും അവൻ ലക്ഷങ്ങൾ വാങ്ങി. അവൻ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്തു ചെയ്യും? അതവനാണ്. ഇത് കഴിഞ്ഞാൽ അടുത്തയാൾ. ഇങ്ങോട്ട് വാ. हेलो 3 लाख रुपए और 50,000 रुपए इंटरेस्ट तो हफ्ते का अगर नहीं देगा तो तुम्हारा बीवी का और बेटी का नाम को फोटो इंटरनेट में डालेगा. समझ आ गया क्या? എന്താ എന്താ അവർ പറഞ്ഞത്? രണ്ടാഴ്ചക്കുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെയും മോളുടെയും നാട്ട ഫോട്ടോ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുന്ന. ദൈവമേ, ഞാൻ ആരോട് പറയും? എന്റെ കുടുംബത്തിന്റെ ജീവിതം വസിച്ചു. നിനക്ക് ഒന്നും സംഭവിച്ചില്ല. നീ ധൈര്യമായിരിക്കും. നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോകാം. ഇപ്പൊ മാറി വന്നിട്ടുള്ള സ്ത്രീ നല്ല മനുഷ്യനാണ്, ചെറുപ്പമാണ്. നമുക്ക് പോയി സംസാരിക്കാം. വേണ്ട വേണ്ട, പോലീസുകാർ വീട്ടിൽ വന്ന നാട്ടുകാർ മുഴുവൻ അറിയും.
ഞാൻ പറഞ്ഞു, അദ്ദേഹം നല്ല മനുഷ്യത്വമുള്ള ആളാണ്. ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യില്ല. നീ എന്റെ കൂടെ വാ. വരാനില്ലേ മഞ്ജു? ഞാൻ കെണിയിൽ പെട്ടു. എനിക്ക് രക്ഷപ്പെടണം. എന്നെ കളിച്ച് പോയതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. മോനെ, എന്റെ പൊന്നു മോനെ, പോ, പോ. എനിക്ക് ഈ ആരെയും കാണണ്ട. പോ. എടാ, നീ ഈ കുടുംബത്തെ തകർത്തു. നീ നിന്റെ ഈ അമ്മയെ ഓർത്തില്ല, നിന്റെ ഈ കൊച്ചു പെങ്ങളെ ഓർത്തില്ല. ഇവരുടെ നല്ല ഫോട്ടോകൾ പ്രചരിച്ചാൽ ഈ കുടുംബത്തിന്റെ മാനം തകർന്നു. എന്നെ കൊല്ല്. എനിക്ക് ജീവിക്കണ്ട. എനിക്ക് മരിക്കണം. നിനക്ക് മരിക്കണമല്ലേ? ഈ കുടുംബത്തെ തകർന്ന് നിനക്ക് മരിക്കണമല്ലേ? അമ്മേ, അപ്പച്ച, മരിക്കാം, മരിക്കാം. നമുക്ക് ഒരുമിച്ച് മരിക്കാം. ജാൻസി, വരൂ സാർ, ഇതാണ് മനോജ്. മനോജ് നല്ല മിടുക്കനാണല്ലോ. എന്താണ് മനോജിന്റെ പ്രശ്നം? എനിക്ക് പണം വേണം. ഇപ്പോൾ എന്തിനാണ് പണത്തിന്റെ ആവശ്യം? കടം വീട്ടാൻ. കടം തീർത്തു കഴിഞ്ഞാൽ മനോജിന്റെ വിഷമം തീർന്നില്ല. ഇല്ല, എനിക്ക് റമ്മി കളിച്ച് പോയതെല്ലാം തിരിച്ചു പിടിക്കണം. കളിയിൽ തോറ്റാൽ വീണ്ടും കടക്കാരനാകും. വീണ്ടും കടക്കാരനാകുന്നതിനേക്കാൾ നല്ലത് തീരെ കടമില്ലാതിരിക്കുന്നത്. മനോജിന്റെ ആ ഫോണിൽ നിന്നും നോക്കട്ടെ. മനോജിനെ ഭീഷണിപ്പെടുത്തുന്നത് ആരാണെന്ന് അറിയാമല്ലോ. ഇല്ല, ഞാൻ ഈ ഫോൺ തരില്ല. ഈ ഫോണില്ലാതെ എനിക്ക് പറ്റില്ല. എന്റെ ഫോണിൽ താ. മനോജ്, ഈ സിം ഉള്ളതുകൊണ്ടാണ് മനോജിനെ അവർ ഭീഷണിപ്പെടുത്തുന്നത്. ഇതിലെ സിം മാറ്റിക്കഴിഞ്ഞാൽ മനോജ് ഫ്രീ ആയി. അപ്പച്ചന്റെ സിം ഇന്നലെ വാങ്ങിച്ചു. ഇപ്പോ ഒരു മനസമാധാനം തോന്നുന്നില്ലേ ചേട്ടാ? ഈ ഫോണാണ് ഇവിടെ ഇല്ല. ഇതുപോലെ എത്രയോ മക്കൾ നശിച്ചു പോകുന്നു. മനോജ്, നിങ്ങളെ പോലുള്ള യുവാക്കൾ റമ്മി കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്, പണം കടം തന്ന് നിങ്ങളെ ട്രാക്കിലാക്കുന്നത് ഒരേ സംഘം തന്നെയാണ്. അമ്മച്ചി, മകനെ ഞാൻ കൊണ്ടുപോവുകയാണ്. അയ്യോ, എന്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ. പേടിക്കണ്ട. 2 ദിവസത്തേക്ക് മനോജിന് ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ സ്നേഹമുള്ള മകനെ ഞാൻ തന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. മനോജ്, വരും. ഇല്ല, ഞാൻ വരില്ല. മോനെ, പേടിക്കണ്ട. ഞാൻ നിന്റെ കൂടെ വരാം. അമ്മേ, അപ്പച്ച. ചെല്ലു മോനെ, നിനക്ക് ഈ ചതിപ്പുഴയിൽ നിന്നും രക്ഷപ്പെടണ്ടേ? സാറേ, എന്റെ മകനെ നോക്കിക്കൊള്ളണേ. അങ്ങനെ ദൈവം അനുഗ്രഹിക്കും. വരും. ഇല്ല, മോനെ, ഇല്ല, ഞാൻ വരില്ല. എന്റെ ഫോണിൽ താ, ഫോണിൽ താ. ഈ യുഗത്തിൽ